മഹാരാഷ്ട്രയിൽ മഹാവികാസ് അഘാഡി തോറ്റ് അമ്പിയതിൽ അവർക്ക് യാതൊരു വിഷവുമില്ല. അതുക്കും മേലെ ഒന്ന് മഹാരാഷ്ട്രയിൽ സംഭവിച്ചിരിക്കുന്നു. അത് മറ്റൊന്നുമല്ല, മഹാരാഷ്ട്രയിൽ ഇനി പ്രതിപക്ഷ നേതാവ് ഉണ്ടാകില്ല. പ്രതിപക്ഷ നേതാവിൻ്റെ സ്ഥാനം പോലും പ്രതിപക്ഷ പാർട്ടികൾക്ക് ലഭിക്കില്ല. കണക്കുകൾ അങ്ങനെയാണ്, നിയമം അങ്ങനെയാണ്. ഇനി നമുക്കതിലേക്ക് കടന്നു വരാം. ഇതൊരു ചരിത്രപരമായ ഒരു കാര്യമെന്ന് നമുക്ക് പറയേണ്ടി വരും. ഏതായാലും BJPയുടെ സീറ്റ് നില, അതായത് BJP തനിച്ച് 137, ശിവസേന ഷിൻഡെ 57, അജിത് പവാർ 41. ഇനി പ്രതിപക്ഷം ഉദ്ധവ് താക്കറെയാണ് അതിലെ വലിയ പാർട്ടി, വലിയേട്ടൻ എന്ന് പറയേണ്ടി വരും. 20 സീറ്റുണ്ട്. കോൺഗ്രസിന് 16, ശരത് പവാറിന് 10. ഇവരുടെ എല്ലാം കൂടി കൂട്ടിയാൽ ഏതാണ്ട് 50 സീറ്റിന് അടുത്ത് വരും. ഈ മഹാരാഷ്ട്രയുടെയും ഇല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ നിയമം അനുസരിച്ച് പ്രതിപക്ഷ സ്ഥാനം അവകാശപ്പെടേണ്ട പാർട്ടിക്ക് മൊത്തം നിയമസഭാ അംഗങ്ങളുടെ 10% സീറ്റുണ്ടാകണം. അതായത് നിലവിലത്തെ സാഹചര്യത്തിൽ മഹാരാഷ്ട്രയിൽ 28 MLA ഉള്ള പാർട്ടിക്ക് മാത്രമേ പ്രതിപക്ഷ നേതാവ് എന്നുള്ള സ്ഥാനം അവകാശപ്പെടാൻ കഴിയുകയുള്ളൂ. അങ്ങനെ നോക്കുമ്പോൾ ആർക്കും ഈ സ്ഥാനം അവകാശപ്പെടാൻ കഴിയില്ല എന്നാണ് മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി ആനന്ദ് ഖർസെ പറയുന്നത്. ഏതായാലും ഉദ്ധവിന് 20 ഉള്ളൂ, 28 സീറ്റില്ല. 28 സീറ്റ് ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് പ്രതിപക്ഷ നേതൃസ്ഥാനം കിട്ടും. കോൺഗ്രസിന് 16 ഉള്ളൂ. ശരത് പവാറിന് ഒരിക്കലും സംഭവിക്കുമെന്ന് തോന്നുന്നില്ല 28 സീറ്റ്. ഏതായാലും മഹാരാഷ്ട്രയിൽ പ്രതിപക്ഷമില്ലാതെ തന്നെ ഭരണപക്ഷം മാത്രം മുൻപോട്ട് പോകുന്ന ഒരു കാലയളവായിരിക്കും ഇനി വരുന്ന 5 വർഷവും. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.